അപ്പോൾ നമ്മൾ നോക്കുന്നത് ടോപ്പ് 10 ആയിട്ട് 2026 പബ്ലിഷർ ആഡ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഞാൻ 10 മുതൽ 1 അങ്ങനെ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് വരുന്ന രീതിയിലാണ് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയുന്നത് സ്മാർട്ടി ആർട്സ് എന്ന് പറയുന്നതാണ്. പബ്ലിഷർക്കും ഡെവലപ്പർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു പുതിയ സൈറ്റാണ്, ഒരുപാട് കാലമായിട്ടില്ല, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത്യാവശ്യം ഉള്ളതിൽ ബെസ്റ്റായിട്ട് റവന്യൂ കൊടുക്കുന്നൊരു സൈറ്റാണ് ഇത്. പിന്നെ വരുന്നത് ഹിൽ ടോപ്പ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് പബ്ലിഷറും ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പോപ്പൻഡർ വെച്ചിട്ട് CPM ഉം CPC യും കണക്റ്റ് ആക്കിയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ ട്രാഫിക് മോണിറ്റൈസ് ചെയ്യാനും പിന്നെ ഇതൊക്കെ നമുക്ക് വേണ്ടി പറ്റും. അപ്പോൾ ഇംപ്രഷൻസ് മന്ത്ലി ബിൽ 273 ബില്യൺ എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. 250 കൺട്രികളിലധികം അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഞാൻ എന്തായാലും പറയുന്നത് ഹിൽ ടോപ്പ് ആർട്സ് തന്നെയാണ്. ഇനി മൂന്നാമത് പറയുന്നത് ആഡ്രോൾ എന്ന് പറഞ്ഞൊരു പബ്ലിഷർ നെറ്റ്വർക്കാണ്. ആഡ്രോൾ ഇതറിയാം, adroll.com എന്നാണ് വരുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സൈറ്റാണ്. പിന്നെ നാലാമത് വരുന്നത് ആമസോൺ പബ്ലിഷർ സർവീസസ് ആണ്. നമുക്ക് ആമസോൺ പബ്ലിഷർ സർവീസ് എന്താണ് നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതൊരു എന്താ പറയുക, പ്രൊഡക്റ്റ് ബേസ്ഡുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെബ്സൈറ്റ് ഉള്ളവർക്ക് ഏറ്റവും പറ്റിയത് ഈ ആമസോൺ പബ്ലിഷർ സർവീസിൽ വരുന്നത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ വരുന്നത് മീഡിയ വെയിനാണ്. മീഡിയ വെയിനും അധികം ആൾക്കാർക്ക് പരിചയമുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. പബ്ലിഷേഴ്സിനെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു റവന്യൂ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റുകൾ, ഒരു പബ്ലിഷർ നെറ്റ്വർക്കിൽ ഒന്നാണ് മീഡിയ വെയിൻ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മളതിന് ആഡ് പുഷപ്പ് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ പേര് ആഡ് പുഷപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പുഷപ്പ് പറയുമ്പോൾ അധികം പോപ്പൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ സ്മാർട്ടി ആർട്സ് പോലെ തന്നെയുള്ളൊരു വെബ്സൈറ്റ് കൂടിയാണ് ഈ ആഡ് പുഷപ്പ് എന്ന് പറയുന്നതും. അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് ആഡ് പുഷപ്പ്.com എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ വരുന്നത് പ്രൊപ്പല്ലർ ആർട്സ്. പ്രൊപ്പല്ലർ ആർട്സിനെ കുറിച്ചിട്ട് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 വരുന്ന ഒരു സാധനമാണ് പ്രൊപ്പല്ലർ ആർട്സ്. പക്ഷേ പ്രൊപ്പല്ലർ ആർട്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിനകത്ത് ഒരു 1000 പേര് കയറി കഴിഞ്ഞാൽ 1000 പേർക്കും പരസ്യം ഷോ ആണെന്നില്ല. അതാണ് പ്രൊപ്പല്ലർ ആർട്സിൻ്റെ കുഴപ്പം. പക്ഷേ നെറ്റ്വർക്ക് $5 വരെ മിനിമം വിഡ്രോവൽ $5 ഒക്കെയാണ്. ചെറിയ എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നൊരു ഇതും കൂടിയാണ് പ്രൊപ്പല്ലർ ആർട്സ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവൽ കിട്ടുകയും ചെയ്യും. വേറെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി വരുന്നില്ല. ഇതിപ്പോൾ ഇവർ ബിഡ് ചെയ്യുന്നത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും CPCയും CPA CPM ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ സ്മാർട്ടി ആർട്സ് ഡയറക്റ്റ് ലിങ്ക് പോലത്തെ സംഭവങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ മൂന്നാമത് പറയുന്നത് മീഡിയ നെറ്റ്. അപ്പോൾ മീഡിയ നെറ്റിൽ 50,000+ വ്യൂവേഴ്സ് ഒരു മന്ത്ലി വരുന്ന വെബ്സൈറ്റ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു വെബ്സൈറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ അലോ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പരസ്യമൊക്കെ ഒരു നല്ല നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലൊരു ഇതാണ്. അപ്പോൾ മീഡിയ നെറ്റ് അപ്രൂവൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പബ്ലിഷർ നെറ്റ്വർക്കും കൂടിയാണിത്. പിന്നെ രണ്ടാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ സ്വന്തം ആഡ്സെൻസ് തന്നെയാണ്. ഗൂഗിൾ ആഡ്സെൻസ് ഇപ്പോൾ അവർ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. മിനിമം ഇതാണ്, പിന്നെ വെബ്സൈറ്റിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, കണ്ടൻറ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഗൂഗിൾ ആഡ്സെൻസ് പറയുന്നത്. പിന്നെ ഞാൻ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നത് പോപ്പ് ആർട്സ് ആണ്. പോപ്പ് ആർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരു പോസ്റ്റ് നമ്മൾ തന്നെ കയറി ചിലപ്പോൾ നോക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇടുന്ന ഒരാൾ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് നമുക്കൊരു എമൗണ്ട് റവന്യൂ ആയിട്ട് കിട്ടും. ഏത് രാജ്യത്തു നിന്ന് എവിടെ നിന്ന് ആര് തന്നെ കയറിയാലും, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് 10 വട്ടം കയറി കഴിഞ്ഞാൽ തന്നെ അവർ നമുക്കൊരു എമൗണ്ട് റവന്യൂ ആയിട്ട് തരും. നമുക്കത് കൃത്യമായിട്ട് അതിൽ കാണാനും പറ്റും. ഓരോ ആൾക്കാർ കയറുമ്പോൾ എത്ര പൈസയാണ് കയറുന്നത് എന്ന രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോപ്പ് ആർട്സ് എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ പബ്ലിഷർ ആഡായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്.